ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. അതനുസരിച്ചുള്ള ചില പ്രവർത്തന രീതിയുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആകർഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടങ്ങൾക്കിടയിലും വ്യത്യാസമുണ്ട്. ഒരാൾക്ക് ആകർഷണം തോന്നുന്ന രൂപമോ പെരുമാറ്റമോ ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക്. ഒരു സ്ത്രീയും പുരുഷനും ആകർഷിക്കുന്നതിൻ്റെ പിന്നിലും പല ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ പൊതുവെ പങ്കാളിക്ക് ഇഷ്ടം തോന്നുന്ന പൗരുഷത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും ഓരോ തരത്തിലുള്ള ഫീലിങ്സ് അല്ലേ മനസ്സിലേക്ക് വരുന്നത്. ചിലരുടെ രൂപത്തിനോടായിരിക്കും താല്പര്യം, എന്നാൽ ചിലർക്കാണെങ്കിൽ ചില പ്രത്യേക കഴിവിനോടാണ് താല്പര്യം. എന്നാൽ ചിലരുടെ പെരുമാറ്റ രീതിയാണ് നമ്മളെ ആകർഷിക്കുന്നത്. ഇപ്പോൾ ഏത് വ്യക്തി എടുത്താലും ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ ആകർഷണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ എല്ലാവരും. അപ്പം ഞാനിതിനകത്ത് പറയുന്നത് പൊതുവെ എല്ലാ രീതിയിലും ആരോഗ്യമുള്ള വ്യക്തികളെക്കുറിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ നോക്കിക്കാണുന്ന പോലല്ല ഒരു സ്ത്രീ ഒരു പുരുഷനെ നോക്കിക്കാണുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതിന് പ്രകടമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ജെൻഡറിൻ്റെ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. അവർ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഏതൊരു ബന്ധത്തിനകത്താണെങ്കിലും ഒരു കണ്ടീഷൻ അവരറിയാതെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തം ശരീരത്തിൻ്റെ രൂപത്തെക്കുറിച്ച്, ലൈംഗികതയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒക്കെ പുരുഷനൊരു ധാരണയുണ്ട്. ലിംഗം പുറമേ കാണാവുന്ന കാര്യമായതുകൊണ്ടും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടും അതിൻ്റെ പ്രവർത്തനത്തിനകത്ത് കൂടുതൽ അലർട്ടാണ്. അതുപോലെ രൂപത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പല മുൻവിധികളുമുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഇതിനോടുള്ളൊരു കാഴ്ചപ്പാട് എന്താണ്? അവരേറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മൊത്തത്തിലുള്ളൊരു വ്യക്തി സവിശേഷതയ്ക്കായിരിക്കും. എന്നാൽ പലപ്പോഴും അവരിതിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ സാന്നിധ്യത്തിൽ ചില സമയത്തുള്ള ഇതിൻ്റെ പ്രവർത്തനം അവരോടുള്ള ഇഷ്ടത്തിൻ്റെ, ആകർഷണത്തിൻ്റെ ഒക്കെ സൂചനയായിട്ടാണ് കാണുന്നത്. എല്ലാവരും യുണീക്കാണ്. അതുകൊണ്ട് സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേകതകളും അവർ കണക്കിലെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഏത് രീതിയിലാണ് പൂർണ്ണമായിട്ടുള്ള ഒരു സംതൃപ്തി കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം മുകളിൽ കയറാൻ ഇഷ്ടമുള്ളവരുടെ രീതിയും ഡോഗി ചെയ്യുന്നവരുടെ രീതിയായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഏത് ഭാഗത്താണോ കൂടുതൽ സംവേദനക്ഷമതയുള്ളത് അവിടെ സ്ട്രോക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ലബോറട്ടറി തന്നെ അവരിൽ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ പുരുഷൻ്റെ രൂപത്തെക്കാളും ഭാവത്തെക്കാളും വലിപ്പത്തെക്കാളും ഒക്കെ ഉപരിയായിട്ട് അവരെ സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയമായത്. ഇനി ഇതിനകത്ത് ഏത് രീതിയാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ഇതിനൊരു കാരണമായി വരികയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് അവരാഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് സംതൃപ്തി കിട്ടുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ നന്നായിട്ട് വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടുന്ന പോലെ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, പുരുഷനെ സംബന്ധിച്ച് ഇവിടെ രണ്ട് തരത്തിലുള്ള സംതൃപ്തിയുണ്ട്. ഒന്ന് ശാരീരികമായിട്ടും മറ്റൊന്ന് മാനസികമായിട്ടും. ആദ്യത്തെ സംതൃപ്തി എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ള സംതൃപ്തി വേണമെന്നുണ്ടെങ്കിൽ പങ്കാളി പൂർണ്ണമായി തൃപ്തിപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ ഇതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഒരു കാര്യത്തിനകത്ത് അവർക്ക് പൂർണ്ണമായി സംതൃപ്തി വരുന്നത് രതിമൂർച്ചയിൽ കൂടിയാണ്. അതിന് കാരണമാകുന്നത് ഏത് വ്യക്തിയാണെങ്കിലും അവരോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടാവും, കെയറിങ് ഉണ്ടാവും. തന്നെയല്ല, ഇവരുടെ സ്നേഹം പൂർണ്ണമായും നേടുമ്പോൾ ഒരാത്മവിശ്വാസം തോന്നാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ കാമത്തിനകത്ത് സ്നേഹവും വരും. പുരുഷനെ സംബന്ധിച്ച് സെക്സിയായിട്ട് തോന്നുന്ന സ്ത്രീയോട് അങ്ങനെ ഒരു സ്നേഹം തോന്നണം എന്ന നിർബന്ധമില്ല. സ്ത്രീകളെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്ന കാര്യത്തിനകത്തേക്ക് ഒരു സംതൃപ്തി കിട്ടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആളിനെ സ്നേഹിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോടാണോ ആത്മാർത്ഥമായ സ്നേഹമുള്ളത് അവരുടെ എല്ലാ കാര്യങ്ങളും ഇവർക്കിഷ്ടമാണ്. ദാമ്പത്യത്തിനകത്ത് പുരുഷനെ സംബന്ധിച്ച് യുക്തിപരമായിട്ട് പ്രവർത്തിക്കേണ്ട പല സാഹചര്യങ്ങളുമുണ്ട്. പൊതുവെയുള്ള ശരീരത്തിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ അവർക്ക് ഏത് അവയവമാണ് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുന്നത്, തുടക്കത്തിൽ അതിനെ കെയർ ചെയ്യുന്ന രീതി, ഇതൊക്കെ വളരെ പ്രധാനമാണ്. മിക്കവാറും ഉള്ള സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് ഏതോ ഒരു കാര്യത്തിനകത്ത് ആത്മവിശ്വാസം കുറച്ച് കൂടുതലായിരിക്കും. അവിടെ കൂടുതലായിട്ട് പെരുമാറുമ്പോൾ പോസിറ്റീവായിട്ടുള്ള പല ഹോർമോണുകളും ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഇതുപോലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഏത് കാര്യവും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് സന്തോഷത്തിൻ്റെ ഹോർമോൺസ് ശരീരത്തെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.